എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചൂര എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, എന്നാലും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഗ്യാസ്ട്രിക് ഉള്ളതാണ് ചൂര. അതുകൊണ്ട് ചൂര തേങ്ങ ചേർക്കാതെ എങ്ങനെ കറി വയ്ക്കാമെന്നാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. തേങ്ങയില്ലാതെ. അതിന് ചൂര കുറച്ച് മീൻ കട്ട് ചെയ്തു വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുന്നു. അതിൽ ചേർക്കാനായിട്ട് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളിയിൽ വയ്ക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടും. കൊച്ചുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്. കൊച്ചുള്ളി നല്ലവണ്ണം വൃത്തിയാക്കി, വലിയ ഉള്ളിയാണെങ്കിൽ 2-3 കട്ട് ചെയ്ത്, അത് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ 2 പച്ചമുളക് ഇത് വച്ചിട്ടുണ്ട്. അടുത്ത് താളിക്കാനായിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും. ഇത് വന്ന് ഇഞ്ചിയാണ്. ജിഞ്ചർ എന്നുവെച്ചാൽ ഗ്യാസ് ആയതുകൊണ്ട്, ചൂരയ്ക്ക് ഗ്യാസ് ആയതുകൊണ്ട് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുളി കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇതിൽ ചേർക്കേണ്ട മസാലക്കൂട്ടെന്ന് പറയുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. ഉലുവ കറിവേപ്പിലയും ഇട്ട് വറുത്ത് അത് നല്ല മണമായിരിക്കും. പൊടിച്ച് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് മഞ്ഞൾത്തൂൾ. ഇത് ഇത്രയും വേണം നമുക്ക്. ഇത്രയാണ് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് പുളിയിൽ ഉപ്പ് നമുക്ക് പിന്നീട് ഇടാം. പുളി നമുക്ക് കുതിർക്കാനായിട്ടേക്കുവാണ്. ഇപ്പം നമ്മൾ ഗ്യാസ് കത്തിച്ചു. ഞാൻ ഗ്യാസ് കത്തിച്ചു, എണ്ണ ഒഴിച്ച് അതിൽ കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിൽ നമ്മൾ താളിക്കാനായിട്ട് മുളകും കറിവേപ്പിലയും ആദ്യം ഇടണം. എന്നിട്ട് ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി എടുത്ത് ഇടണം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇത്രയും ഈ ഇഞ്ചി കുറച്ചുകൂടെ മൂത്ത് വരണം. കുറച്ചുകൂടെ നല്ല ഇതായിട്ട് മൂത്ത് വരണം. ഇതിൽ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഈ ഉള്ളിയും സവാളയും പച്ചമുളകായും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് നമ്മൾ വെജിറ്റബിൾ ആയാലും ഉപ്പിട്ട് പെട്ടെന്ന് വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതാണ് ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലവണ്ണം നല്ല വെന്ത് വരണം. ഇതിൻ്റെ പച്ച ഇത് പോകണം. വെന്ത് വരുന്നത് വരെ നമുക്കിതിനെ മൂടി വയ്ക്കാം. ഇതിനെ കുറഞ്ഞ തീയിൽ വേണം ഇത് വയ്ക്കാൻ. കുറഞ്ഞ തീയിൽ വച്ചാലേ കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഈ കൊച്ചുള്ളിയാണ് ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ കൊച്ചുള്ളി അരിയാൻ സമയമില്ലാത്തവർക്ക് വലിയ സവാളയും കട്ട് ചെയ്തെടുക്കാം. ഇത് കുറേ സമയം, ഒരു 5 മിനിറ്റ് വേകട്ടെ. 5 മിനിറ്റായി. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നല്ലവണ്ണം ഒരു പകുതി വേക്കാട് വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് കഴിഞ്ഞ്
കൊച്ചുള്ളിയും വെന്തു. തമിഴ് പ്രേക്ഷകർക്ക് ചിന്ന ഉള്ളി, തക്കാളി, പച്ചമുളക്, വത്തൽമുളക്, കറിവേപ്പില தாளித்த பிறகு சின்ன உள்ளியும் பச்சை மிளகாவும் தக்காளியும் கட் பண்ணி வச்சுருக்கதை போட்டு கொடுக்கணும். அதுக்கப்புறமா இதோட சேர்க்க வேண்டியது வெந்தயப்பொடி, வெந்தயத்தூள், மல்லித்தூள், மிளகாத்தூள், மஞ்சள் தூள், இது உப்பு பிசைஞ்சு வச்சுருக்கிறது. இது உப்பு இல்லை, சாரி, இது புளி பிசைஞ்சு வச்சுருக்கிறது. உப்பு தேவையான அளவு உப்பு. நம்ம சின்ன உள்ளி கட் பண்ணி சின்ன உள்ளியும் தக்காளியும் போட்டபோது கொஞ்சம் உப்பு போட்டு தான் வேக வச்சது, மூடி வச்சுருந்தது. அதனால் உப்பு பார்த்துடணும். உப்பு கூட்டினா கம்மி பண்ண முடியாது, കമ്മിയാனால் കൂട്ട முடியும். ഓക്കെ, ഉപ്പ് കുറഞ്ഞാൽ കൂട്ടാൻ പറ്റും, പക്ഷെ കൂട്ടിയാൽ കുറയ്ക്കാൻ പറ്റത്തില്ല. ഇനി നമ്മളിതിൽ മിളകാത്തൂൾ, മല്ലിത്തൂൾ, ഉലുവാപ്പൊടി, വെന്തയത്തൂൾ, മഞ്ഞൾ തൂൾ, അതായത് മലയാളത്തിൽ മിളകാപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതിൽ തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുത്ത് ചെറുതീയിലാണ് വച്ചിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒരു നല്ല മണം വരുന്നുണ്ട്. എണ്ണ കുറച്ചാണ് വെച്ചത്. നമ്മൾ കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും ഇത് കഴിക്കാം. എന്നുവെച്ചാൽ എണ്ണ, തേങ്ങ ചേർത്തിട്ടേ ഇല്ല, എണ്ണ കുറച്ച് വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഇത് ആർക്കും ഒരു ബാധകവും അല്ല. എന്നിട്ട് നമ്മളിതിൽ കഴുകി വെച്ചിരിക്കുന്ന മീൻ എടുത്ത് ഇടണം. മീനിട്ടു. ഇതിലിനി പുളിഞ്ഞു வச்சிருக்கிற உப்பு, நம்ம கழுவி சுத்தம் பண்ணி வச்சுருக்க மீன் ஃபிஷ் எடுத்து போட்டாச்சு. அப்புறம் புளி பிசைஞ்சு வச்சுருக்கிற புளி ஊற்றணும். പുളി കറന്ന് വച്ചിരിക്കുന്നത് എടുത്ത് അത് തെളിച്ച് ഒഴിക്കണം. അതിലുള്ള പിസിഡൊന്നും ഇതിൽ வரக்கூடாது. அதனால் அதை லைட்டாக பார்த்து ஊற்றிட்டு எல்லாம் மிக்ஸ் பண்ணணும். இதில் உப்பு தேவையான இன்னும் கொஞ்சம் உப்பு போடலாம். இதுவும் இனி சின்ன தீயில் ஒரு மீன் வேகிற அளவு, மீன் எப்படி வேகிற அளவு நமக்கு தெரியும்ல, அந்த அளவுக்கு வேகிற வரைக்கும் இனியும் மூடி வைக்கலாம். இதில் உப்பு பார்க்கணும், உப்பு பார்த்து போடணும். இப்போ നമുക്ക് കറി ഏകദേശം റെഡിയായി. നോക്കാം നമുക്ക്. ഉപ്പൊക്കെ നോക്കുക, കറക്റ്റായിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നല്ല മണം വരുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റായിട്ടിരിക്കുന്നുണ്ട്. സൂപ്പർ മണവും നല്ല മണമാവുന്നുണ്ട്. ഇതിൽ എണ്ണയും കുറവും, തേങ്ങ എല്ലാം കണക്കിന്, മുളക് കാരവും എരിയും കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് രുചിച്ച് നോക്കണം. ടേസ്റ്റുള്ള കറിയാണ്, സിമ്പിളാണ്. കറി വയ്ക്കുന്നത് എളുപ്പവുമാണ്. പെട്ടെന്ന് വച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, ഒത്തിരി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം. നമ്മൾ ദോശ ചുടുമ്പോഴോ എന്തെങ്കിലും കാലത്തത്തെ ടിഫിൻ കഴിക്കുമ്പോഴോ അതിൻ്റെ കൂടെയും ഞങ്ങളിത് കഴിക്കാറുണ്ട്. ടേസ്റ്റായിട്ടിരിക്കും. ഗ്യാസും ഇതില്ലാണ്, ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ട് നല്ല രുചിയുള്ള കറിയാണ്. ഇപ്പോൾ ഞാൻ സ്റ്റവ് അണയ്ക്കുകയാണ്. സ്റ്റവ് അണച്ച് മൂടി വയ്ക്കുകയാണ്. കറി ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് സമയമാകുമ്പോൾ നമുക്ക് കഴിക്കാം.
കോരി സെർവ് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. എല്ലാവരും വെച്ച് നോക്കുക. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ പ്ലീസ്. താങ്ക് യു ഫോർ വെരി മച്ച്.